നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ് സർ. ആളെ കിട്ടിപ്പോയി മതി. ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുകയാണ് സർ. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി 37 കൊലപാതകങ്ങൾ നടന്ന നാടാണ് കേരളം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അവരുടെ അവസ്ഥ ആലോചിക്കണ്ട. മന്ത്രി അങ്ങയുടെ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ഒയാസിസ് പോലുള്ള കമ്പനികൾ വരുമ്പോൾ അങ്ങ് ബ്രൂവറിയുടെയും ലഹരിയുടെയും വക്താവായി സംസാരിക്കേണ്ടി വരും. അതേ അങ്ങ് തന്നെ ഈ ലഹരി ഉപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമത്തിനെതിരായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മുഖം നോക്കാൻ നടപടിയെടുക്കില്ല എന്ന് പറയേണ്ടതും അങ്ങ് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അതിനുശേഷം ഏതെങ്കിലും സ്കൂളുകളിൽ അങ്ങേ വിമുക്തിയുടെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അങ്ങ് സ്കൂളിലെ കുട്ടികളോട് പോയിട്ട് പറയണം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്. അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അങ്ങയുടെ മുഖത്ത് നോക്കി അങ്ങ് കുമ്പിടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങ് എന്തു പറയും സാർ? ന്യൂ ജനറേഷൻ ബൈക്കുകളിലും കാറിലുമായി കുറ്റകൃത്യം ചെയ്യുന്ന ലഹരി മാഫിയ, ആ ലഹരി മാഫിയ പിടിക്കാനായിട്ടുള്ള നമ്മുടെ എക്സൈസ് ഓഫീസുകളിൽ വാഹനമുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. പാലക്കാട് ഇന്റലിജൻസ് ബ്യൂറോ, ആ ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രത്യേകത അവിടെ വാഹനമുണ്ട്, ഡ്രൈവറില്ല. നെന്മാറയിൽ വാഹനമില്ല, ഡ്രൈവറുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് ക്ലബ് ചെയ്ത് ഒന്നാക്കാനുള്ള ഒരു തീരുമാനമെങ്കിലും അങ്ങയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്താണ്? ലഹരിയുടേത്, SFIയുടെ അക്രമത്തിന്റേത്, റാഗിങ്ങിന്റേത്. വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലറായി അങ്ങ് വന്ന് ജോലി ചെയ്യുമോ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ച കേരള സർവകലാശാല, ആ സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോഴുമില്ല സർ. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഉണ്ടോ? ഇല്ല. അപ്പൊ വിചാരിക്കും കാലിക്കറ്റിലുണ്ടോ? കാലിക്കറ്റിലില്ല. കണ്ണൂരുണ്ടോ? കണ്ണൂരില്ല. കുസാറ്റിലുണ്ടോ? ഇല്ല. കേരളത്തിലെ സർവകലാശാലകളിൽ ഒറ്റ സർവകലാശാലയിൽ മാത്രമാണ് സർ വൈസ് ചാൻസലർ തസ്തികയിൽ ആളുള്ളത്. അതേതായാലും നന്നായി. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ എന്താണ്? ഗവൺമെന്റ് കോളേജുകളിൽ 42 ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൾമാരില്ല മേഡം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലെ 7 സ്പെഷ്യൽ ഗ്രേഡ് കോളേജുകൾ, ഏറ്റവും വിഖ്യാതമായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, നമ്മുടെ വനിതാ കോളേജ്, യൂണിവേഴ്സിറ്റി വനിതാ കോളേജ്, മഹാരാജാസ് കോളേജ്, ഞങ്ങളുടെ പാലക്കാട്ടെ വിക്ടോറിയ കോളേജും പട്ടാമ്പി കോളേജും ചിറ്റൂർ കോളേജും അടക്കമുള്ള കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? എന്തിനേറെ പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കോളേജായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ അവിടെയും പ്രിൻസിപ്പൽ ഇല്ല. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അവിടെ ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ഊരിപ്പിടിച്ച വാളെടുത്ത് ഉയർത്തിയാൽ അത് താഴെ വെക്കുമെന്ന് ആവശ്യപ്പെടാൻ ഒരു പ്രിൻസിപ്പൾ പോലും ബ്രണ്ണൻ കോളേജിലുമില്ല സർ. മുതലും പലിശ ചേർത്ത് കിട്ടി. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. മയിരാണ് സന തോന്നിയായിരിക്കും. സാർ, നിങ്ങൾ സ്വകാര്യ സർവകലാശാലകളെ പറ്റി സംസാരിക്കുകയാണ്. ഇത് തീർന്നില്ലേ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. കുറച്ചു മുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കേരളത്തിന് രഞ്ജി ട്രോഫിയിൽ ഉണ്ടായ നേട്ടം, സന്തോഷ് ട്രോഫിയിൽ ഉണ്ടായ നേട്ടം, ഇതെല്ലാം സർക്കാരിന്റെ നേട്ടങ്ങളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി ദേശീയ ഗെയിംസിൽ കേരളം 13ാം സ്ഥാനത്തായതിന്റെ ഉത്തരവാദിത്വം കൂടി ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണ്ടേ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ?